നിങ്ങൾ ഈ കണ്ട ദൃശ്യം കൊല്ലം ജില്ലയിലെ അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിലെ ദൃശ്യമാണ്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിനോട് ചേർന്നുള്ള ട്രാൻസ്ഫോമറിനടിയിൽ കടന്നിരുന്ന മദ്യക്കുപ്പികളെല്ലാം തന്നെ KSEBയുടെ ജീവനക്കാർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിനോട് ചേർന്ന് പറക്കിക്കൂട്ടിയതിന്റെ ദൃശ്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇതിന് ആരോ തീയിട്ടു. തുടർന്ന് കുപ്പികളെല്ലാം തന്നെ പൊട്ടിച്ചിതറിക്കിടക്കുകയാണ്. നിരവധി ഓട്ടോറിക്ഷകളുടെ ടയറുകളാണ് ഈ പൊട്ടിച്ചിതറിക്കിടന്നിരുന്ന കുപ്പിച്ചില്ലുകളിൽ കയറി ടയറുകൾ പഞ്ചറായത്. തുടർന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. KSEB ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അറിയിപ്പിച്ചിരിക്കുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പ്രശ്നം എന്ന് പറയുന്നത് മീറ്ററിന്റെ ഇവിടെ ട്രാൻസ്ഫോമറിന്റെ കീഴിലിരുന്ന് ബേസ് എല്ലാം കൂടെ തള്ളി അവരെ റോഡിലോട്ട് വാരിയിട്ട സമയത്ത് അവർക്കിലേക്ക് പറഞ്ഞത് വാരി മാറ്റണമെന്ന് പറഞ്ഞു. വാരി മാറ്റണമെന്ന് പറഞ്ഞതൊക്കെ അവർ മാറ്റത്തില്ല. അവര് പറഞ്ഞ് ഇത് ഞങ്ങളുടെ ജോലിയല്ല പഞ്ചായത്തുകാരുടേതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നിങ്ങളിത് ഭാര്യ അകത്തിടാൻ പറഞ്ഞപ്പോൾ അവർ ചെയ്യത്തില്ല. പിന്നെ ഇവിടുന്ന് ഓഫീസറെ വിളിച്ചോണ്ട് വന്ന് ഞങ്ങൾ ഇവിടെ വന്ന് വിവരങ്ങൾ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റിനെ സഹിതം കൊണ്ടുവന്ന സമയത്ത് പ്രസിഡന്റ് പറഞ്ഞത് വാരി മാറ്റിക്കാമെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ നാട്ടെ ഈ കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ. ഇവിടെ ശുചീകരണം നടത്തുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എല്ലാ 5 പഞ്ചായത്ത് ശുചീകരണം നടത്തുന്നതാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിലാണ് ശുചീകരണം നടത്തുന്നത്. ഞങ്ങൾ ഇവിടെ ആട്ടോ സ്റ്റാൻഡാണ്, വണ്ടി ഇവിടെ പഞ്ചറായി ഈ രീതിയിൽ ഇട്ടേക്കുവാണ്. ഇവിടെ അവരുടെ ഓഫീസർ സഹിതം ഇവിടെ നിന്ന സമയത്താണ് ഇത് പറഞ്ഞത്. ആ മേഡത്തിന്റെ ഒരിക്കലും വിവരം പറഞ്ഞത് വാരി മാറ്റിക്കാന്ന് പറഞ്ഞതാണ്. ഇത് ഈ കുപ്പി വലിയ പ്രശ്നമാണ്. രാവിലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി റിവേഴ്സ് എടുത്ത് ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ ചെയ്തു. അതിനെ മണ്ടയൊക്കെ ഇട്ട് ആ ടയർ അപ്പോഴേ പഞ്ചറായി. പാവമാകുമ്പോൾ 10 പൈസ ഓടാതെ ഇപ്പം ടയറിടെ പോയത്. എവിടെ നിന്നുണ്ടാക്കാൻ 100 രൂപ ഓടണമെങ്കിൽ നമ്മൾ ഉച്ച വരെയാവും ഈ ഓട്ടോക്കാർ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെയൊക്കെ ഇങ്ങനെ കാണിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇതിനകത്ത് കിടന്ന വേസ്റ്റാണ് അവർ ഇപ്പുറത്തേക്ക് ഇത് ചെയ്തിട്ട് നമ്മൾ അപ്പോഴും പറയുകയും ചെയ്തു. എന്നിട്ട് രാത്രി വന്ന് കത്തിക്കുകയും ചെയ്തു. ആര് കത്തിച്ചെന്ന് നമുക്കറിയത്തില്ല. കത്തിച്ച് ഇപ്പോൾ ആ കുപ്പി കിടക്കുന്ന കാണത്തില്ല. അവിടെ ഈ റിവേഴ്സ് എടുത്ത് വണ്ടി കയറിയപ്പോഴത്തേക്ക് ആ ടയർ പഞ്ചറായി. പാവപ്പെട്ട 10 പൈസ ഓടാതെ പോയി അവിടെ പോയി പറയാനൊന്നുമില്ല. കാണിച്ചേക്കുന്ന തോന്നിയ ദിവസമല്ലേ ഇതൊക്കെയാണ്. അത്രയും കുപ്പികളെല്ലാം അവിടെ വരിയിട്ട് കത്തിച്ചേക്കുന്ന മോശമല്ലേ അത്. അവിടെ പറക്കി മാറ്റണമെന്ന് പറഞ്ഞതാ. ഇന്നലെ ഇതെല്ലാം കൂട്ടിയിട്ട് അവർ കളഞ്ഞിട്ട് പോകാൻ തുടങ്ങിയതാ. അതങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതിന്റെ പുറയിലായിട്ട് കത്തിച്ചത്. എല്ലാം കുപ്പികളാണ്, മദ്യ കുപ്പികളും എല്ലാം ഇവിടെ. ആൾക്കാരൊക്കെ നടന്നു വന്നല്ലേ ഇവിടെ കാണിക്കുന്ന തോന്നിയ ദിവസമല്ലേ കാണിച്ചു വെച്ചേക്കുന്നത്. ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡല്ലേ? ഓട്ടോറിക്ഷ നിർത്തുന്ന സ്ഥലത്താണ് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഇതുവഴി പോകുന്നതാണ്, യാത്രക്കാർ പോകുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ കുപ്പി ഇങ്ങനെ ഇട്ടേക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്തതല്ലേ. പഞ്ചായത്ത് എന്തായിരിക്കും പ്രസിഡന്റിനെ സഹിതം പിടിച്ചോണ്ട് വന്ന് കാണിച്ചതാണ്. എന്നിട്ടും അടിയന്തരമായിട്ട് ഇത് നീക്കം ചെയ്യാൻ വേണ്ടുന്ന നടപടികൾ KSEBയും പഞ്ചായത്ത് അധികൃതരും കൈക്കൊള്ളണമെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത്. പഞ്ചായത്തില് ബാത്റൂമാ, ഇതിലോട്ട് ആളുകൾക്ക് കയറാൻ പോലും വയ്യാത്ത രീതി വേസ്റ്റ് ഇട്ടിരിക്കുക. ഇവിടുത്തെ ട്രാൻസ്ഫോമർ ഇവിടെ ചിരണ്ടി പിടിപ്പിച്ചാൽ ഇവിടെ ഇട്ടേക്കുന്നത്. കേരള ന്യൂസ്, അഞ്ചൽ.